നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജേഷ്, ഭജന സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസ് ഒരു ഭജനകളാണ് ഇത്രയും കാലം പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ക്രിസ്തീയ ഭക്തിഗാനം കൂടി പാടിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അവരുടെ ക്ഷേത്രത്തിലെ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ, അതിൻ്റെ അടുത്താണ് ക്ഷേത്രം, ആ ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാൻ കൊടുത്തു, അതുകൊണ്ട് പാടി എന്നൊക്കെയാണ് അവരുടെ വിശദീകരണം. ആ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല. കാരണം ഒരു ഗാനമേളയിൽ ഒരു ഗാനമേളയിലോ ഭജനയിലോ എന്ത് തന്നെ ആയാലും ഒരു ഗാനം ആലപിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഓർക്കസ്ട്രയും ഇത്രയും ആൾക്കാരും ഒക്കെ ഉള്ളൊരു ട്രൂപ്പാണ്. അപ്പോൾ അവിടെ ഒരു മുന്നൊരുക്കം തന്നെ വേണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കാലഘട്ടം, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു കാലഘട്ടം, ഈ സമയം കൂടി ഇതിൽ ഏറ്റവും നിർണായകമാണ്. ഒന്ന്, നെടുമങ്ങാട് ഹരിഗോവിന്ദൻ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നു. അപ്പോൾ ക്ഷേത്രവും ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പല രീതിയിൽ വികൃതമാക്കപ്പെടുന്നു. രണ്ടാമത് നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുഴിമന്തി. വിഷുവിൻ്റെ അന്ന് കൃഷ്ണനെ കണി കാണിക്കാൻ കുഴിമന്തി വെച്ചു ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നു, അത് ചെരുപ്പ് ചേർത്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നു, ബിരിയാണി വെച്ച് പോസ്റ്റർ ഉണ്ടാക്കുന്നു. അങ്ങനെ ഹൈന്ദവമായ എല്ലാത്തിനെയും ഇങ്ങനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്വന്തമാണെന്ന് ഹൈന്ദവർ കരുതിയ നന്ദഗോവിന്ദം ഭജൻസും നവീനും ഒക്കെ ഇത്തരത്തിലുള്ള നീക്കവുമായി രംഗത്ത് വന്നത്. അതാണ് ഒരുപക്ഷെ അവർക്ക് പാട്ടുപാടാം. ഇപ്പോൾ പലരും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, യേശുദാസ് ഹരിവരാസനം പാടിയില്ലേ എന്നൊക്കെ. അയ്യപ്പൻ്റെ ഹരിവരാസനം പാടുന്നത് യേശുദാസ് പാടുന്നത് കേട്ടാണ് ഉറങ്ങുന്നത്. യേശുദാസ് പാടുന്നത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് പാടിയത്. അത് അവിടെ ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടിയത് ശബരിമലയിൽ റെക്കോർഡായി കേൾപ്പിക്കുന്നു. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ മാത്രമല്ല ഒരു ഗായകനാണ് നവീൻ. യേശുദാസിനെയും ഹരിഗോവിന്ദ ഭജൻസും തമ്മിൽ ഉപമിക്കാൻ ഒന്നുമില്ല, ഒരു കാര്യമില്ല. യേശുദാസ് പ്രൊഫഷണലായി പാട്ടുപാടുന്ന പ്രൊഫഷണൽ സിംഗറാണ്. നന്ദഗോവിന്ദ ഭജൻസുകാരും ഇപ്പൊ മനസ്സിലാക്കുന്നത് അവർക്ക് ഭക്തിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, വെറും ബിസിനസ്സുകാരായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴാണത് നമുക്ക് മനസ്സിലായത്. നേരത്തെ അത് മനസ്സിലായിട്ടില്ല. അതിന്റെ ഒരു ഹൈന്ദവ വിഭാഗത്തിന്റെ ഒരു പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അവരെ വെറും ബിസിനസ്സുകാരായി തന്നെ കാണണം. കാരണം അടുത്ത കാലത്ത് ഒരു ആങ്കർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, പരമപവിത്രമാതാമി മണ്ണിൽ എന്ന് പറയുന്ന പാട്ട് എന്തുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന്. ഏത് രാഷ്ട്രീയമായാലും എന്തു തന്നെയായാലും അതൊരു ദേശഭക്തി ഗാനമാണ്. അതിനകത്ത് ഇപ്പോൾ ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു, അതിനകത്തെ വരികൾ ആർക്കും, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന നമ്മുടെ മീഡിയ വണ്ണിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന നിഷാദ് റാവുത്തറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഷ്ട്രഭക്തി ഗാനമായിരുന്നത്. നിഷാദ് റാവുത്തർ നിരന്തരം ആവർത്തിച്ച് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പലർക്കും അങ്ങനെ തന്നെയാണ്. എനിക്കും ചില ഗാനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ഗാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുക, ആസ്വദിക്കുക. ക്രിസ്തീയ ഭക്തി ഗാനങ്ങളുണ്ട്. രക്ഷക എന്ന് പറഞ്ഞ ഒരു പാട്ട് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പകാലത്തും ഇപ്പോഴും ഒക്കെ നിരന്തരം അത് കേട്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ക്ഷേത്രത്തിനകത്ത് വെച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാടി, ഒരു ഭജന നടത്തുന്ന സ്ഥലത്ത് ഇത് വേണ്ട എന്ന് മാത്രമാണ്. ആ വേദിയെക്കുറിച്ചാണ്, വേദിയുടെ ഔചിത്യത്തെക്കുറിച്ചാണ് ശശികല ടീച്ചർ സംസാരിച്ചത്. പക്ഷേ ശശികല ടീച്ചറിനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഒന്ന്, ശശികല ടീച്ചറിനെ ആക്രമിക്കുമ്പോൾ മതമാണ് പ്രശ്നമെന്ന് വാഗൊണ്ട് സ്വയം വിളിച്ചു പറഞ്ഞ ഷാജിമാരുള്ള നാടാണിത്. അവരൊന്നും വർഗീയവാദികളല്ല. ഹിന്ദു വിഭാഗത്തിന് നേരെ ഉണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ പ്രതികരിക്കുന്ന ശശികല ടീച്ചറിനെ വർഗീയവാദിയാക്കി മാറ്റാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനൊക്കെ അപ്പുറം ഇപ്പോൾ നന്ദഗോവിന്ദൻ ഭജൻസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, ഈ കുഴിമന്തിയുടെ സമയത്തും ഹൈന്ദവ ബിംബങ്ങളെയും ആരാധനയും ഒന്നും തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായൊരു സംഭവം, ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിലിരിക്കുന്ന കൃഷ്ണവിഗ്രഹം അടക്കം അടിച്ചു തകർത്തിട്ടുള്ളൊരു വിഷയം തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുണ്ട്. പോലീസുകാർ, എത്ര രാഷ്ട്രീയക്കാർ ഇവിടെ പ്രതികരിച്ചു. എന്നാൽ നന്ദഗോവിന്ദ ഭജൻസ് ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയപ്പോൾ അതിനെതിരെ വന്ന വിമർശനങ്ങൾക്കെതിരെ വേണുഗോപാൽ ഉടുപ്പിട്ട് ചാടിയിറങ്ങി. അദ്ദേഹം പറയുന്ന പ്രസ്താവന ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനകളുമായി ഇങ്ങനെയുള്ളവരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആർക്കും കയറിക്കൊട്ടാവുന്ന ചെണ്ടകളായി ഈ ഹൈന്ദവ സമൂഹം മാറുന്നതിന്റെ ഒരു അപകടം ഇതിലില്ലേ? കാരണം കേരളം ഒരു ഭരണമാറ്റത്തിന്റെ ഒരു വക്കിലാണ്. ഭരണം മാറുമെന്ന് വേണ്ടൊക്കെ എല്ലാവർക്കും ഉറപ്പായി. അപ്പോൾ ഇടതിൽ നിന്നും വലതിലേക്ക്, ഇടത് വർഗീയതയിൽ നിന്നും വലത് വർഗീയതയിലേക്ക് കാര്യങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ ഇടത് ഭരണത്തിൽ നിന്നും വലതിലേക്ക് മാറുന്നു. അപ്പോൾ എല്ലാവരും കൊതിക്കുന്നു. UDF വന്നാൽ UDF എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വരുന്നതിന്റെ ഒരു വലിയ അപകടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള മതവിഭാഗക്കാരും അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാനായി ഇത്തരത്തിലുള്ള ശ്രമം നടത്തും. ഹൈന്ദവ വിഭാഗം ഒഴികെ കേട്ടോ. ഹൈന്ദവ വിഭാഗം അത്തരത്തിലുള്ള ശ്രമം ഒരിക്കലും ഏകീകൃത രൂപമില്ല, അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തില്ല. പക്ഷേ ക്രിസ്ത്യാനിയും മുസ്ലിമും ഉറപ്പായും അഴിഞ്ഞാടുന്ന സ്ഥിതിയാണ് ഈ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ
ഈ കെ സി വേണുഗോപാൽ പറയുന്നത് നന്ദഗോവിന്ദൻ ഭജൻസിനെതിരായ ഇന്ന് വരെ ആദ്യമായിട്ടായിരിക്കും കെ സി വേണുഗോപാൽ നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന പേര് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഉറക്കമായിരുന്നു, ആ സമയത്ത് ഉറക്കമായിരുന്നു. സംഗീതത്തെ വർഗീയതയുമായി ചേർത്ത സംഘപരിവാർ സീമകൾ ലംഘിക്കുന്നു. അതെ, മതവിദ്വേഷം പടർത്താനുള്ള RSS നീക്കം കേരളം ചെറുക്കും. അവിടെ പറഞ്ഞാൽ സത്യത്തിൽ ഏതെങ്കിലും കൊച്ചു പിള്ളേർ വന്ന് പോടാ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഓടിപ്പാനുള്ള പേടിയേ ഉള്ളൂ. അതെ, അത്രയും പേടിയുള്ള ആളാണ് കെ സി വേണുഗോപാൽ. അടുത്ത മുഖ്യമന്ത്രിയാകാൻ നടക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും വർഗീയത എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന, നിങ്ങൾ പറയുന്നത് ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദു എന്ന വാക്കുച്ചരിച്ചാൽ അത് വർഗീയതയാണെന്ന് പറയുന്നതിന് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പോകുന്നതാണ് വർഗീയത. ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത് കേരളം കാണാൻ പോകുന്നതാണ് വർഗീയത. പക്ഷെ ഇതിന് പിന്നെ ഒരു കൃത്യമായ അജണ്ട ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ സമയത്താണ് ഹരിഗോവിന്ദൻ പെട്ടെന്ന് മുസ്ലിം ലീഗിലേക്ക് ചേരുന്നു. ഒപ്പം തൊട്ടു പിന്നാലെയാണ് നന്ദഗോവിന്ദൻ ഭജൻസ്. വിഷുവിന് വിവാദം ഉണ്ടാകുന്നു, സ്ഥലങ്ങളിലും വിവാദം ഉണ്ടാകുന്നു. ഒരേ ദിവസം ഒരേ പോസ്റ്റർ പല പ്ലാറ്റ്ഫോമുകളിൽ പല അറബിക് റെസ്റ്റോറന്റിലെ പ്ലാറ്റ്ഫോമിലായിട്ട് ഇറങ്ങുന്നു. പിന്നാലെയാണ് ക്രിസ്ത്യൻ ഭക്തിഗാനം. അത് കോട്ടയത്താണ്, മറ്റു തിരുവിതാംകൂറിലാണ്. കോട്ടയത്ത് ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ഭജന ഗീതം പാടിയാൽ ആ കോട്ടയത്തെ മറ്റ് മലയോര മേഖലകളിലെ മറ്റ് പള്ളികളിൽ നടത്തട്ടെ. നന്ദഗോവിന്ദ ഭജൻസിന് നവീനോട് പറയാനുള്ളത്, പള്ളികളിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ കുറെ ക്രിസ്തീയ ഭക്തിഗാനം പ്രാക്ടീസ് ചെയ്യണം. പള്ളികളിൽ ക്രിസ്തീയ ഭക്തിഗാനം നടത്തണം, നാട്ടുകാരെ കൂട്ടണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അവിടെയും ഈ പറയപ്പെടുന്ന പോലെ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നുകൂടെ ആടൂലേ, ആ പാട്ടൊക്കെ ഒന്ന് പാടണം. അതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞ മതേതരത്വം, അങ്ങനെ പറഞ്ഞാൽ ആ മതേതരത്വം ശരിയാണെന്ന് ഞാൻ പറയും. ഒരു ഗണപതി സ്തുതിയോ തുടങ്ങുന്നത് ഒരു ഗണപതി സ്തുതിയോടെയോ ഒരു ഏതെങ്കിലും ഒരു അതെ, അപ്പൊ അങ്ങനെ തുടങ്ങുന്നത് ഗണപതി സ്തുതിയോടെ ആവട്ടെ. അത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഷാജൻസ്കറി അടക്കമുള്ളവർ, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ദേശീയതയും ഹൈന്ദവതയും ഒക്കെ പറയുമെങ്കിലും ഒരു ക്രിസ്ത്യാനി ആക്രമിക്കുന്ന ഒരു കാരണം വരുമ്പോൾ ഇവരൊക്കെ വെറും ക്രിസ്ത്യാനികളായി മാറുന്നു എന്നുള്ളതാണ്. ഷാജൻസ്കറി ആണെങ്കിലും എന്റെ ഒരു സുഹൃത്ത് ദീപ ജോസഫ് ഉണ്ട്, എപ്പോഴും ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ ഇന്നലെ ഞാൻ ശശികല ടീച്ചറിനോട് ഒരു പടം ഇട്ടപ്പോൾ തന്നെ ചാടി ഓടി വന്നു. ഉടനെ ശശികല ടീച്ചറെ മോശം പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ യഥാർത്ഥത്തിൽ പറയപ്പെടുന്ന ഇവർക്കൊന്നും ഒരു മതേതര, എന്നെ സംബന്ധിച്ചിടത്തോളം ആരുടെ വിശ്വാസവും വിശ്വാസമാണ്. ഞാൻ ഒരു വിശ്വാസം, ഇപ്പൊ ഞാൻ നാളെ ഏതെങ്കിലും ഒരു ഹൈന്ദവ ഭജൻ ഗ്രൂപ്പുകാർ പോയി പള്ളിയിൽ പാടിയാൽ ആ വേദി ശരിയല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് മതേതരത്വം തെളിയിക്കാൻ വേണ്ടി അവർ ചെയ്യണമെന്നുള്ളത്. അതെ, അങ്ങനെയാണെങ്കിൽ ചെയ്യുമെന്ന് പറയുന്ന കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് ഏതൊരു കാര്യത്തിലാണെങ്കിലും ആ കാര്യത്തിൽ ഒരു മര്യാദ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കട്ടെ ഒരു പള്ളിയിൽ, ഞാൻ ഒരിക്കലും ഷാജൻസ്കറിയ പറയുന്ന പോലെ ഒരിക്കലും ന്യായമായി അന്ധമായി ഇങ്ങനെ ന്യായീകരിക്കില്ല. ഈ ക്രിസ്തീയ ഇപ്പോ ഞാൻ പറഞ്ഞില്ല, ഇവരുടെയൊക്കെ മതേതരത്വം, ഇവരുടെ മതം വരുമ്പോൾ അത് സെമിറ്റിക് മതങ്ങളുടെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അവരുടെ കാര്യം വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുകയും അപ്പോൾ അവരുടെ മതേതരത്വം ഒക്കെ അങ്ങ് ഇല്ലാതാവുകയും ചെയ്യും. എന്നിട്ട് അവർ മതേതരരാണെന്ന് ഭാവിക്കുകയും ചെയ്യും. ഇവര് തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ കയറുന്നു. എന്നിട്ട് ആ യാത്ര അത്ര സുഖകരമല്ലെന്ന് ഏതാണ്ട് ആലപ്പുഴ എത്തുമ്പോൾ അവർക്ക് തോന്നുന്നു. ഒരു ആലപ്പുഴ ഇറങ്ങിയിട്ട് ആലപ്പുഴ വഴി വരേണ്ട ഈ ട്രെയിൻ കോട്ടയം വഴി വരുന്നത് അടുത്ത ട്രെയിനിൽ. അപ്പൊ അതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. ഇവർ LDF എന്ന വണ്ടിയിലൂടെ കയറി ഇങ്ങനെ LDFനെ എതിർത്തും പിണക്കിയും അനുകൂലിച്ചൊക്കെ വന്നുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ UDF വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കളർ റൂട്ട് മാറ്റി പോകുന്നു. പിന്നെ ഈ നന്ദഗോവിന്ദം ഭജൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ അമ്പലത്തിൽ പാടുന്ന ഒരു ക്ഷേത്രത്തിൽ പോയി പാടിയതും ആരുടെ ഔദാര്യത്തിനല്ല, സേവനമല്ല. 8 മുതൽ 10 ലക്ഷം നിങ്ങൾ വാങ്ങിച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇതൊരു ബിസിനസ്സാണ്, അല്ല നിങ്ങൾക്ക് ഇതൊരു ചാരിറ്റിയോ അങ്ങനെ ആവശ്യമില്ല. ഇപ്പൊ ഇവരുടെ ക്ഷേത്രത്തിൽ, വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നടത്തുന്നത് ആ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവരുടെ തുടക്കം. അപ്പൊ ആ ക്ഷേത്രത്തിൽ ചിലപ്പോൾ ഫ്രീ ആയി പാടിക്കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും ആ ക്ഷേത്രക്കാർ ഇവരെ ഒന്നും പറയാതെ മുന്നോട്ട് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു ഏറ്റവും പുതിയൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ BJPയുടെ തൃശ്ശൂർ ഇന്റലക്ച്വൽ സെൽ കൺവീനർ ഒരു പ്രസൂദാസ് ഉണ്ട്. അദ്ദേഹം NIAക്ക് നേരിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. കേരളത്തിലെ അറബിക് റെസ്റ്റോറന്റുകളെ പറ്റി സമഗ്രമായി അന്വേഷിക്കണം. NIAക്കാണ്. അതായത് റെസ്റ്റോറന്റുകളുടെ സാമ്പത്തിക സ്രോതസ്, ഫണ്ട് വരുന്നത് അവിടെ ജോലി ചെയ്യുന്ന അതിന്റെ ഉടമകളുടെ വിവരങ്ങൾ, ആസ്തി, അവരുടെ ബന്ധം
ഇതെല്ലാം വ്യക്തമായി അത് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് അറിയാം, അടുത്ത കാലത്തായി ഒരുപാട് കടകൾ ഈ ബൺ മസ്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കടകൾ ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്നുണ്ട്. 2, 3, 4 ബണ്ണുമായിട്ട് ഇരിക്കുന്ന ഒരാളും കോടീശ്വരരായി മാറുന്നുണ്ട്. കടകൾ, ബിസിനസ്സുകൾ, അവരിലെല്ലാം ഒരു QR കോഡ് ഉണ്ട്. ഗൂഗിൾ പേയുടെ ഒരു QR കോഡ് എല്ലാവരുടെ കയ്യിലുമുണ്ട്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കാകും അവർ അതായത് ഒരു ക്ഷേത്രത്തില് ഇവ നിസ്സാരം ഒരു ക്ഷേത്രത്തിൽ ഉത്സവം വന്നാൽ അവിടെ കമ്മൽ വിൽക്കുന്നതും മാല വിൽക്കുന്നതും ഒക്കെ ഒരു സ്റ്റാൻഡ്. അതെ, കാരണം അവരുടെ ഒരു വിപണന ഒരു കച്ചവട മേഖല നമ്മുടെ കേരളമാണ് ഇപ്പോൾ. നമ്മുടെ ഭക്തിയാണ്. നമ്മുടെ ഭക്തിയും നമ്മുടെ ജനങ്ങളുടെ വിശ്വാസമാണ് അവരുടെ കച്ചവടം. ഈ കച്ചവടത്തിലാണ് അവർ ജീവിക്കുന്നത്. ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവർക്കും അത് ചെയ്യുന്ന ഒരു മാന്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സംസ്കാരത്തെ മാനിക്കണം. നമ്മുടെ സംസ്കാരത്തെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെയല്ല, ഇപ്പൊ ഗുരുവായൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം, ഗുരുവായൂരൊക്കെ ഈ കച്ചവടങ്ങൾ നടത്തുന്ന മുഴുവൻ മുസ്ലിംസാ. ശബരിമലയിൽ കച്ചവടം നടത്തിയിരുന്ന ഒക്കെ മുസ്ലിംസാ. അവർക്ക് കച്ചവട താല്പര്യങ്ങൾ വരുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല എന്നതിനപ്പുറത്തേക്ക് അവർ ഇപ്പോൾ ഗുരുവായൂരിലെ റെസ്റ്റോറൻറ്റുകളെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വലിയ ചർച്ചകൾ വന്നതാണ്. ഒരു റെസ്റ്റോറൻറ്റ് അവിടെ അടുത്താണ് മാംസം ഭക്ഷണം ചെയ്യുന്ന, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് മാംസം ഭക്ഷണം ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടാകുന്നു. ഒരാൾ അയാളുടെ ഗുഹ്യഭാഗത്തെ രോമം കൃഷ്ണ തുളസിയുടെ അടിയിൽ അവിടെ കൊണ്ടിടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മന്തിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ്, ഒരു യമൻ പൗരനെ കണ്ണൂരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാൾ 2022 അവിടെ വന്നിട്ടുള്ള ഒരു മന്തിക്കടയിൽ നിന്നാണ്. ഒരു രേഖകളുമില്ല. 2022 വരെ മാത്രമേ അയാൾക്ക് വിസയുള്ളൂ. 4 വർഷം അയാൾ ഇവിടെ തുടരുകയാണ്. മറ്റു രേഖകളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഈ മന്തിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ്, മന്തിയുമായി മാത്രമല്ല ഒരുപാട് അന്വേഷണങ്ങൾ കേരളത്തിൽ യമനി പൗരനെ ഇപ്പൊ പിടിയിലായത്. കാരണം അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ തീർച്ചയായും കേരളത്തിൽ ആഭ്യന്തര വകുപ്പൊന്നും ഇല്ലെന്നേ. കാരണം അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കണം. ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇതൊരു ഫോറിനറാണ്, യമനിയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ടും ആ സ്റ്റേഷനിൽ വ്യക്തമായിട്ട് അറിയിച്ചിരിക്കണം ഇന്ന ഒരാളോട് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൊട്ടിഘോഷിച്ചുകൊണ്ടുവന്നൊരു സുരക്ഷാ പദ്ധതി ഉണ്ട് ഇവർക്ക്, കാർഡ്. അത് 2022 ഇയാളുടെ പാസ്പോർട്ട് ആയിരുന്നെങ്കിൽ അപ്പോൾ അതിനുശേഷമാണ് 2024 23-24 ഈ സംഭവം കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് അതുണ്ടോ? അങ്ങനെയാണ് ഇയാളെ രേഖകൾ കാണിക്കേണ്ടത്. അപ്പോൾ ഇതും എല്ലാ സംവിധാനങ്ങളും താറുമാറാണ്. എല്ലാം ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഗൂഗിൾ ഒരു സാധാരണ ഒരു മൊബൈൽ ആപ്പ് പോലെയാണ് ഈ സംവിധാനങ്ങൾ. അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. കാരണം സർക്കാരിന് ഒരു പ്രഖ്യാപനം നടത്തി കൈയൊഴിയാന്നല്ലാതെ, കാരണം അങ്ങനെയാണെങ്കിൽ യമനി പൗരനെ പിടിയിട്ടില്ലല്ലോ. എന്തിനാ പോലീസ്? അത് നെടുമ്പാശ്ശേരിയിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. പിടിക്കപ്പെട്ടത് കണ്ണൂരിൽ നിന്നാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇനി പുറമെ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഹൈന്ദവതയും ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ വീണു പോയിട്ടുണ്ടോ നന്ദഗോവിന്ദം ഭജൻസ് എന്നുള്ളതാണ്. ഏതായാലും അടുത്ത പരിപാടികളിലൊക്കെ നമുക്ക് നോക്കാം, കാത്തിരിക്കാം. അല്ല, ഈ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പരാതി, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള പരാതി അവർ എടുക്കുകയാണെങ്കിൽ NIA അന്വേഷണം ഉണ്ടാകും. അതിലറിയാം നമുക്ക് ഏതൊക്കെയാണ് സ്വർണം, ഏതൊക്കെയാണ് ചെമ്പും നമുക്ക് അറിയാൻ പറ്റും. ഈ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ നന്ദഗോവിന്ദൻ ഭജൻസ് അല്ല ഈ ഭജനിലെ സാമ്പ്രദായ ഭജനയ്ക്ക് തുടക്കമിട്ടത്. ഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് സാമ്പ്രദായിക ഭജൻസ്. അതുകൊണ്ടാണ് ഈ ഭജനകളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രാങ്കണങ്ങളിൽ നടത്തുമ്പോൾ അതിലൊരു മര്യാദ പാലിക്കണമെന്ന് പറയുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ ഇത് തുടങ്ങിയത് മാനസജപലഹരി എന്ന് പറഞ്ഞിട്ട് തിരുനക്കര ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, വിശുദ്ധപുരുഷത്തിൻ്റെ. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ചിരുന്ന ചില ആൾക്കാരാണ്. അതിൽ പ്രശാന്ത് വർമ്മ എന്ന് പറയുന്ന ഗായകനാണ് ഇതിൽ മുന്നിട്ട് നിന്നത്. അദ്ദേഹത്തിൻ്റെ ഭജൻസ് ഇപ്പോഴും കേൾക്കാൻ ഭയങ്കര രസകരമായ ഭജൻസാണ് അദ്ദേഹം പാടുന്നത്. അദ്ദേഹമാണ് ഈ സാമ്പ്രദായിക ഭജന എന്ന രീതിയിലേക്ക് വന്നത്. പിന്നീട് ഇവർ അവിടെ തന്നെ രണ്ടായി തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം കോഴിക്കോടേക്ക് പോയി, തിരുനക്കരയിൽ നിന്ന് കോഴിക്കോടേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ രൂപപ്പെട്ടു വന്ന ഒരു ഗ്യാപ്പിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രസ്ഥാനമാണ് ഈ നന്ദഗോവിന്ദ ഭജൻസ്. എല്ലാവരുടെയും ഒരു വിചാരം ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്തോ വലിയ കാര്യം ആദ്യമായി ഈ മേഖലയിൽ ചെയ്തു എന്നാണ്. അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. അതുപോലെ തന്നെ നന്ദഗോവിന്ദ ഭജൻ ഞാൻ കണ്ടിട്ടുണ്ട്, രണ്ടുപേരുടെയും ഭജനമുണ്ട്. നന്ദഗോവിന്ദ ഭജൻസിൻ്റെയും അതുപോലെ അതിൻ്റെ തുടക്കകാലത്ത് ഇവരൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് 2-3 പേര്, ഞാൻ ഉൾപ്പെടെ 3 പേരോ മറ്റുമാണ് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നത്. വേടൻ ജനങ്ങളെ ഭയങ്കരമായി അങ്ങ് വല്ലാതെ കയ്യിലെടുക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഈ നന്ദഗോവിന്ദ ഭജൻസിനെ കുറിച്ച് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയതും കൂടുതൽ പ്രൊമോഷൻസ് നന്ദഗോവിന്ദ ഭജൻസിന് കിട്ടിത്തുടങ്ങിയതും. പിന്നെ ഇവർ പണമുണ്ട്, എല്ലാവരും IT വിദഗ്ധരും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പലപ്പോഴും ഇവർക്കൊരു പ്രാമുഖ്യം ഈ മേഖലയിൽ കിട്ടാനുള്ളത് അവരുടെ നവീകരിച്ച സംവിധാനങ്ങളൊക്കെ അതിന് കാരണമായി, അവരുടെ പബ്ലിക് റിലേഷൻ അതിന് കാരണമായി.
ഈ ഗൾഫിൽ ജോലി ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ നന്ദഗോവിന്ദ ഭജൻസിന്റെ ഇപ്പോഴത്തെ ഈ പാട്ടും ഈ ഇടപാടുകളും ഒക്കെ അത്ര നിഷ്കളങ്കമാണെന്ന് ചിന്തിക്കാനും കഴിയില്ല. തുടങ്ങാം. അതെ, ഉണ്ട്. ഇനി അത്തരത്തിലുള്ള ഗാനങ്ങളൊക്കെ പാടുമോ, എങ്ങനെയായിരിക്കും നന്ദഗോവിന്ദൻ ഭജൻസ് മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം. ഏതായാലും വേടൻ ഇപ്പോൾ വേദികളില്ലാതായി. ഒരു കാലത്ത് നമ്മൾ കണ്ടതാണ് സ്കൂട്ടർ സ്വാമി, മറ്റേ സന്ദീപാനന്ദഗിരി. സന്ദീപാനന്ദഗിരിയുടെ പ്രഭാഷണത്തിന് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ സന്ദീപാനന്ദഗിരി അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുന്നുണ്ട് എവിടെ നിന്ന് കിട്ടിയ പണം കൊണ്ട്. പക്ഷെ സന്ദീപാനന്ദഗിരി സമൂഹത്തിൽ അദ്ദേഹം ആരാണ് എന്ന് വെളിപ്പെട്ടു. അദ്ദേഹത്തിന് യാതൊരു വിലയും ഇല്ലാതായിപ്പോയി. അതുപോലെ തന്നെ നന്ദഗോവിന്ദ ഭജൻസ് ഒരു ട്രെൻഡായി കയറി വന്നതാണ്. ഏതായാലും നന്ദഗോവിന്ദ ഭജൻസിനെയും എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നന്ദഗോവിന്ദ ഭജൻസിന്റെ നീക്കം എന്തായിരിക്കും എന്നറിയാനുള്ള ആൾക്കാരൊക്കെ നോക്കി ഇരിപ്പുണ്ട്. പക്ഷെ അവിടെ ഈ KC വേണുഗോപാലും ടീമുകളും ഒക്കെ അല്പം അടങ്ങിയിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഒന്നും മര്യാദ പഠിപ്പിക്കാൻ KC വേണുഗോപാൽ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് ആ രീതി അത് തന്നെ. അത് മാത്രമല്ല ഈ ഹൈന്ദവരുടെ ക്ഷമയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അതിന് ആ സമയത്ത്, അതായത് ഈ മന്തിയുടെ സമയത്ത് മിണ്ടാമായിരുന്നല്ലോ. ഈ വിഷുവിന് കൃഷ്ണന്റെ ചിത്രത്തോടൊപ്പം മന്തി വെക്കുന്ന ചിത്രം വന്ന സമയത്ത് മിണ്ടാതിരുന്ന KC വേണുഗോപാൽ മാളത്തിൽ നിന്ന് പുറത്തു കടന്നത് ക്രിസ്തീയ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ലക്ഷ്യമിട്ടാണ്, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാ കാലത്തും കോൺഗ്രസും ഇടതുപക്ഷവും എപ്പോഴും ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ആ പ്രീണനത്തിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഇതിനെയും കാണാൻ പറ്റൂ. രാഷ്ട്രീയമായ പ്രീണനമാണ് ഇതിന്റെ പിന്നിൽ, അല്ലാതെ ഏതെങ്കിലും ഒരു ആചാരത്തോടുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോ അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. താൻ ജനിച്ചു വളർന്ന സമൂഹത്തോടോ തൻ്റെ ഐഡന്റിറ്റിയോടോ പോലും ആത്മാർത്ഥതയില്ലാത്തവർ മറ്റ് മതസ്ഥരോട് മതേതരത്വം പുലർത്തുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ മതത്തെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നു അത്രത്തോളം ഞാൻ മറ്റു മതങ്ങളെയും റെസ്പെക്ട് ചെയ്യും എന്നുള്ളതാണ്. കാരണം എനിക്ക് എൻ്റെ വിശ്വാസം പോലെ തന്നെയാണ് ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും കാണുന്നത്. എന്നാൽ എൻ്റെ വിശ്വാസത്തെ ഞാൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ വിശ്വാസത്തെ പുൽകാൻ പോകുന്നുണ്ടെങ്കിൽ അത് കള്ളത്തരമാണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. അത് വലിയ കള്ളത്തരമാണ്. ബിസിനസ്സും രാഷ്ട്രീയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് വലിയ കള്ളത്തരമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പണം ഉണ്ടാക്കാനും മറ്റു മാർഗ്ഗങ്ങൾക്കും വേണ്ടി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പം നന്ദഗോവിന്ദ ഭജൻസും ബിസിനസ്സാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. അവരെ ബിസിനസ്സുകാരായി മാറ്റം കാണുക, ഇമോഷണലി അവരെ കാണാൻ പോകുന്നവർ ആ പരിപാടി നിർത്തുക, അവരെ ഒരു ബിസിനസ്സുകാരായി കണ്ടുകൊണ്ട് അവർ പാടുന്നു, അവർ ബിസിനസ് നടത്തുന്നു, അവർ ജീവിക്കുകയോ പോയിരിക്കുകയോ എന്തുവാണെന്ന് ചെയ്തോട്ടെ എന്ന രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ.